പാപ വഴികളിലൂടെ തന്നെയാണ് നീ നടക്കുന്നതെങ്കിൽ ദൈവം നിന്നെ തൊടുകയില്ല. ആ വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക്, ഒരു ആത്മീയമായ ഒരു മാറ്റത്തിന്റെ വഴിയിലേക്ക് നിനക്ക് മാറാൻ മനസ്സുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ അനുഭവിച്ച് വേണമെങ്കിൽ ദൈവത്തെ പ്രഘോഷിക്കാമെന്നല്ല വേണ്ടത്. മാറാണെങ്കിൽ മൊത്തം മാറണം. അതാണ് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. അവനെ പുറത്തേക്ക് മാറ്റുകയാണ്. ഇനി നീ ഇവരുടെ കൂടെ ഇടപെടേണ്ടവരല്ല, ഇനി ദൈവികമായ കാര്യങ്ങളിൽ ഇടപെടണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെയാണ് കുമ്പസാരം കഴിഞ്ഞ് വീണ്ടും ആ പഴയ കൂട്ടുകെട്ട്, ആ പഴയ ജീവിത രീതിയല്ല ആഗ്രഹിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെളിയിലേക്കൊരു മാറ്റം ഉണ്ടാകണം, പുറത്തേക്കൊന്ന് മാറണം. ആ നടന്ന വഴിയിൽ നിന്നും മാറാൻ പറ്റണം, അല്ലാതെ കുമ്പസാരിച്ചുകൊണ്ട് കാര്യമില്ല. അതാണ് കുമ്പസാരത്തിന്റെ അർത്ഥവും ആഴവും. ഞാൻ ഇനി ആ വഴിയിലൂടെ നടക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കുമ്പസാരക്കോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ പോരുന്നത്. അപ്പോൾ ആ വഴിയിൽ നിന്ന് മാറാൻ എനിക്ക് മനസ്സുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം.